Okay, now you can mark your attendance in the chat box. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല ഞാൻ പറയുന്നേ? ഞാൻ മിസ്സിന്റെ മുഖം നല്ല രസമുണ്ടായിട്ടില്ല. ഇനി മേക്കപ്പ് ഇടണം. ഓ അതായിരുന്നോ? അത് സാരമില്ല, നമുക്ക് അടുത്ത ക്ലാസ്സിൽ മേക്കപ്പ് ഇട്ട് സെറ്റ് ആക്കിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്? പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? സൗണ്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? യെസ്. Okay, then all of you mark your attendance now. Yes. Okay, ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നോ? എല്ലാവരുടെ വീട്ടിലും ഓണസദ്യയൊക്കെ ആക്കിയോ? ഓക്കെ, എന്നിട്ട് എന്നെ ആരും ഓണത്തിന് വിളിച്ചില്ലല്ലോ, ക്ഷണിച്ചില്ലല്ലോ. ആരും വിളിച്ചില്ല എന്നെ ഓണത്തിന്, ഒരാള് പോലും എന്നെ വിളിച്ചില്ല. നമ്മള് ലാസ്റ്റ് എവിടെയാ പഠിച്ചു നിർത്തിയെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇല്ല. വെരി ഗുഡ്, വെരി പഠിക്കാനുള്ളതാ? അതാ പഠിച്ചോ? ഇത് പഠിച്ചോ? ഷെൽട്ടർ ആണെന്ന് പറയണേ. Yes. So last class we have just started a new chapter, that is we need shelter. The name of our chapter is we need shelter. Page number 177, isn't it? What is the page number? Page number എത്രയാണ്? We need shelter. Amruta? 178. 177. Okay, 177. 177 is our page number, and I think I have given some homework for you from the previous chapter. That is activity F, fun to do. അതൊരു homework ആയിട്ട് നിങ്ങൾക്ക് തന്നല്ലായിരുന്നോ ഞാൻ? അല്ലേ? Fun to do എന്ന് പറഞ്ഞിട്ട്. Yes or no? എല്ലാരും മറന്നുപോയി. Okay, anyway. I will send the answer in your group after this class. Okay. Before evening. So, നമ്മള് പുതിയൊരു ചാപ്റ്റർ തുടങ്ങി. We need shelter. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാണ്. അപ്പൊ എനിക്ക് മനസ്സിലാവും എത്ര പേർക്ക് ഈ പാഠത്തെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മയുണ്ടോ. Okay. Let's start. Okay. എല്ലാവരും ഒന്ന് all of you stand up. All of you stand up. All of you stand up. Stand up. ആരെ എന്നെ പറ്റിച്ചിട്ട് അവിടെ ഇപ്പോഴും ഇരിക്കുന്ന ആൾക്കാരെ all of you stand up. Then sit down. Okay. Then stand up. Okay. Then sit down. Very good. So നിങ്ങളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്, ഒന്ന് എനർജറ്റിക് ആക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ്. കാരണം എല്ലാവരും ഏതോ ലോകത്താണ് ഇരിക്കുന്നത്. നമ്മുടെ PGSന്റെ ക്ലാസ്സിലാണെന്നോ ആർക്കും അറിയത്തില്ല, ഏത് പാടോ പഠിക്കുന്നതെന്ന് അറിയത്തില്ല. ഓണമൊക്കെ ആഘോഷിച്ച് ഇപ്പോഴും ചില ആൾക്കാർ ഓണസദ്യയുടെ മുന്നിൽ ഇരിക്കുന്നവരെ ഇരിക്കുന്നത്. Okay. So the name of our chapter is we need shelter. Okay. And why do we need house or why do we need shelter? എന്തിനാണ് നമുക്ക് ഷെൽട്ടറിന്റെ ആവശ്യം അല്ലെങ്കിൽ വീടിന്റെ ആവശ്യം? അമൃത? Okay. I will ask you the questions. ഞാൻ ചോദിക്കുന്ന ആൾക്കാർ മാത്രം
ക്ലിയർ ഇല്ല? ഞാൻ പറയുന്ന ആർക്കും മനസ്സിലാവുന്നില്ല? ക്ലിയർ ഇല്ല മിസ്സേ. ഓക്കെ, എല്ലാവർക്കും അങ്ങനെയാണോ? മിസ്സേ ക്ലിയർ ഇല്ല. ഓക്കെ 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 ക്ലിയർ ഇല്ല. ഓക്കെ, മിസ് നോക്കട്ടെ. ഓക്കെ, ലെറ്റ് മീ ചെക്ക്. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ നൗ? എന്റെ വോയിസ് ക്ലിയർ ആയോ? Can you hear my voice? Okay, and the question is, why do we need a house? Megam para. Why do we need a house? Amrita, tell me, why do we need a house? ചൂടുന്നും തണുപ്പൊന്നും കൊള്ളുന്നും രക്ഷിക്കാനാണ് നമുക്ക് ഹൗസ്. Okay, very good, Amrita, very good. That is the correct answer. And my next question is, in villages, the houses are made by mud and straw. Mud and straw. Okay. And what is the name of such type of house? The house in village, which is made up of mud and straw. What is the name of such house? Fiona, tell me. മനസ്സിലായില്ലേ? ഇല്ലേ? ഓക്കെ, അതായത് നമ്മുടെ വില്ലേജസില് ഹൗസസ് ഉണ്ട്. അപ്പൊ ഹൗസ് മഡും അതുപോലെ സ്ട്രോ, അതായത് വൈക്കോലൊക്കെ വെച്ചിട്ടാണ് ഹൗസ് ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഹൗസിന് ഒരു പേരുണ്ട്. ആ പേരെന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, വിയോണ, ഡു യു നോ ദ ആൻസർ? No. Okay, then Riksha, can you tell me the answer? Kacha houses. Yes. Pukka houses. No, only kacha house. That is the house which is made up of mud and straw. The name of that such type of house is kacha house. Okay, and kacha houses are found in villages. Okay, then in towns and cities, the houses are made by bricks and cement. What is the name of such a house? That is the houses in cities and towns which are made up of bricks and cement. Okay, Ayush, can you tell me the answer? Ayush? Ayush, can you hear me? Okay, then Biona, tell me. Pukka house. Yes, Pakka house. Pakka house. Very good. Pakka houses means these are the houses which are made up of bricks and cement. Okay. And then we studied about different types of houses. Okay. And what is the name of a house which has only one room? House with one room. One room. House with the one room. What is the name of such type of house? A house with only one room. Okay, Fatima, KM, tell me. Hut. Yes, the answer is hut. Hut means it is a small house with the only one room. Okay. And there is another house, a big house with so many rooms. What is the name of that house? A big house with so many rooms. Okay, Savio, tell me. Bungalow.
Yes, very good. The answer is bungalow. Bungalow is a big house with many rooms. And next one, it is a big, I think it's a very long house, long building, and this building has many houses, one above the another. Okay, അതായത് ഈ ഒരു ബിൽഡിങ്ങിന് ഒരുപാട് ഹൗസ് ഉണ്ട്. ഓരോ ഹൗസിന്റെയും മുകളിലായിട്ടായിരിക്കും അടുത്ത ഹൗസസ് ഉണ്ടാവുക. അങ്ങനെ വലിയ നീളമുള്ള ലെങ്തി ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. What is the name of such a type of building? Dikshit, do you know the answer? Multi-storied building. Yes, multi-storied building are the very long buildings and they have many houses, one above the other. Okay, I think last class we studied നമ്മള് multi-storied building വരെ നിർത്തിയെന്ന് തോന്നുന്നു. ഇനി അടുത്ത still house തൊട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത് അല്ലേ? Okay, have you ever seen this kind of houses nearby your houses? നിങ്ങളുടെ വീടിന്റെ അടുത്ത് ആരെങ്കിലും ഇങ്ങനത്തെ സ്റ്റിൽറ്റ് ഹൗസ് കണ്ടിട്ടുണ്ടോ? No. Okay, then Alan Joseph, what is the peculiarity or speciality of this stilt house? എന്താണ് stilt houseന്റെ പ്രത്യേകത? Alan Joseph, can you hear me? Then tell me, what is special about this stilt house? മുകളിൽ. Yes, എന്തിന്റെ മുകളിൽ? ആ ഹൗസ് നോക്കിയിട്ട് പറഞ്ഞാൽ മതി അത് എങ്ങനെയാണ് ഹൗസ് ഇരിക്കുന്നതെന്ന്. ബാക്കിയുള്ള ഹൗസ് പോലെയാണോ ഇരിക്കുന്നത് അതിന്റെ അടിയില്? then how it is? പറഞ്ഞാ മതി. നമ്മുടെ ലാൻഡുമായിട്ട് ഇങ്ങനെ ചേർന്നാണോ ഹൗസ് ഇരിക്കുന്നത്? നമ്മുടെ നിലവുമായിട്ട് ടച്ച് ചെയ്തിട്ടാണോ ഹൗസ് ഇരിക്കുന്നത്? നോ. ദെൻ നമ്മുടെ നിലത്ത് നിന്ന് കുറച്ച് ഹൈറ്റില് കുറച്ച് കമ്പൊക്കെ വെച്ച് പൊക്കിയിട്ടാണല്ലേ ഹൗസ് ഉള്ളത്? യെസ്. Such type of houses are called stilt houses, and these stilt houses are found in places where it rains heavily. These type of houses are found in places where it rains heavily. Okay, and these houses are built on stilts made up of wood or bamboo. Stiltilana ഈ ഹൗസ് നമ്മൾ ഉണ്ടാക്കുന്നത്. Stilts are made up of wood or bamboo. Okay, and stilt houses are built a little above the ground. അതാണ് ഞാൻ ചോദിച്ചത്. What is special about? Okay, Biona, any problem? Okay, tell me. Biona, can you tell me? Sorry, can you say that again? അടുത്ത ഞാൻ പറയാം. Okay, അടുത്ത ഞാൻ ചോദിക്കാം കേട്ടോ അടുത്ത ഹൗസിനെ കുറിച്ച്. Okay, then these stilt houses are built a little above the ground. They are little above the ground, and they have sloping roofs. അപ്പൊ നമ്മുടെ സ്റ്റിൽറ്റ് ഹൗസസ് നല്ലോണം മഴ പെയ്യുന്ന സ്ഥലത്താണ് നമ്മുടെ സ്റ്റിൽറ്റ് ഹൗസസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, വുഡും ബാമ്പും ഒക്കെ വെച്ചിട്ടാണ് നമ്മുടെ സ്റ്റിൽറ്റ് ഹൗസസിന്റെ സ്റ്റിൽറ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ആൻഡ് അതിന്റെ റൂഫിന്റെ പ്രത്യേകത എന്താണ്? സ്ലാന്റഡ് റൂഫ്, ചെരിഞ്ഞ റൂഫായിരിക്കും ഉണ്ടാവുക. കാരണം മഴ പെയ്യുമ്പോൾ നമ്മൾ വെള്ളം വേഗം ചോർന്ന് താഴെ വരണ്ടേ? സോറി, വീടിന്റെ ഉള്ളിലല്ല, പുറത്തോട്ട് പോകണ്ടേ? അപ്പൊ സ്ലാന്റഡ്, ചെരിഞ്ഞ റൂഫ്സ് ആയിരിക്കും അതിനുണ്ടാവുക. ഓക്കെ, ആൻഡ് ദേ ആർ
above, they are built above the ground. നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് പൊങ്ങി നിൽക്കുന്ന പോലെ ആയിരിക്കും നമ്മുടെ സ്റ്റിൽറ്റ് ഹൗസസ് ഉണ്ടാവുക. Okay, so next type of house is houseboat. Okay, Biona, tell me about houseboat. What is special about this houseboat? Okay, Biona, tell me. I think there is some problem with unmuting. Okay, Biona, tell me. Biona, tell me. Floating. Yes, they are floating houses. Okay, Biona, you can mute now. Okay, so these houseboats are, I think you are familiar with this houseboat. Alle, houseboat എല്ലാവർക്കും അറിയത്തില്ലേ? എല്ലാവരും കണ്ടിട്ടില്ലേ? Yes, these houseboats are houses on boats. ബോട്ടിന്റെ മുകളില് ഹൗസ്. അപ്പം they are also called floating houses. അതായത് വെള്ളത്തിലൂടെ ഒഴുകി ഒഴുകി നടക്കുവാണ് നമ്മുടെ ഹൗസ് ബോട്ട്. നമുക്ക് നല്ല രസമായിരിക്കൂലേ നമ്മുടെ വീട് അതുപോലെ ഇങ്ങനെ പുഴകളിൽ കൂടിയും ഒരുപാട് എന്താ പറയാ കായല് അവിടെ ആ ഒരു സ്ഥലത്തൂടെയൊക്കെ നമ്മുടെ ഹൗസ് ഇങ്ങനെ ഒഴുകി ഒഴുകി പോവാണെങ്കിൽ നല്ല രസമല്ലേ? Yes, that is the special feature of this houseboat. They are called floating houses. Tourists often live in them. ടൂറിസ്റ്റ് ഒക്കെ വന്നാലും നമ്മുടെ ഹൗസ് ബോട്ട് ഒക്കെ യൂസ് ചെയ്യും. ചിലപ്പോൾ അവര് ഹൗസ് ബോട്ടിൽ ഒരു ദിവസം 2 ദിവസം ഒക്കെ താമസിക്കും. അങ്ങനെ ടൂറിസ്റ്റ് വരുന്ന പ്രധാനപ്പെട്ട ഒരു ഹൗസ് ആണ് ഹൗസ് ബോട്ട്. ടൂറിസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ഹൗസ് ആയിട്ട് നമുക്ക് പറയാം ഹൗസ് ബോട്ട്. ഓക്കെ, സോ ദിസ് ഹൗസ് ബോട്ട് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ടൂറിസ്റ്റ് attraction. You can find these houseboat, that is large number of houseboats in the southern side of Kerala, that is in Kuttanad. You can see large number of houseboats there. Okay, and you can see a cute house below that. Below the houseboat you can see a small cute house, a white house. What is the name of that small round house? Can you read, Abel Matthew? Can you read? Igloo. Yes, that name is very, very cute. Igloo. Igloo means it is a house which can be, No. which can be. Okay, Abel No. Matthew. Okay, tell me. What is the matter? Enda vitte? No. Igloo, igloo. Very good, very good, very good. This house can be, okay, Abel Matthew. This house is made up of snow. Yes, very good. By using snow and ice, we can make igloos. Okay. Igloos are the houses made up of blocks of snow and ice. They are found in places that are covered with snow all through the year. We can find these igloos only in snowy areas. That is area which are covered, the areas which are covered with snow throughout the year. Okay, we cannot find these igloos nearby us. നമ്മുടെ ഇന്ത്യയിലോ കേരളത്തിലോ ഒന്നും നമുക്ക് ഇങ്ങനത്തെ ഇഗ്ലൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം സ്നോ ഉള്ള ഏരിയസിൽ മാത്രമേ നമ്മുടെ ഇഗ്ലൂ ഹൗസ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, so what is the next type of house? Niyadas, tell me the name of the next type of house. Okay, Nia, tell me. Tent. Yes, tent. That's a very simple house. Tent ഉണ്ടാക്കാൻ കുറെ ബുദ്ധിമുട്ടുണ്ടോ? Does the construction of tent take too much time?
Or too many days or months and years? ഇത്രയൊക്കെ സമയം വേണ്ട ടെന്റ് ആക്കാൻ വേണ്ടിട്ട്. No. നിങ്ങളൊക്കെ ടെന്റ് ആക്കാറുണ്ടോ? നിങ്ങൾ കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റോ ബെഡ്ഷീറ്റോ എന്തെങ്കിലും ഒക്കെ വെച്ച് ടെന്റ് ആക്കാറുണ്ടോ? ഇല്ല അല്ലേ? യെസ്, അമൃത ഉണ്ടാക്കാറുണ്ട്. അതെ, വേറെ ആരും ഉണ്ടാക്കാറില്ല. ടെന്റ് ഒന്നും ഉണ്ടാക്കാത്ത ആൾക്കാരാണല്ലോ നിങ്ങള്. ഓഹോ, അപ്പോ ടെന്റ്സ് ആർ മെയ്ഡ് ഓഫ് ക്യാൻവാസ് ഓർ പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും ഷീറ്റ് പോലെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ടെന്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ നസ മറിയ, ടെൽ മീ എനി പ്രോബ്ലം? വീഡിയോ ഉണ്ടാക്കി ടെന്റ്. യെസ്, വെരി ഗുഡ്. ടെന്റ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സിമ്പിൾ ആണ്, അധികം പണിയൊന്നും ഇല്ല. സോ വി ക്യാൻ മേക്ക് ദ ടെന്റ് in an easy way. Okay, tents are made up of plastics and or canvas, and they are used when people camp in the open. നമുക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് ടെന്റ് അടിച്ച് താമസിക്കാം അല്ലെ? ഓപ്പൺ ആയ ഒരു സ്ഥലത്ത് ഒരു ഗ്രൗണ്ടിൽ പോയിട്ട് നമുക്ക് ഒരു ടെന്റ് അടിക്കാം. ഇപ്പൊ നമ്മൾ ഫാമിലി ആയിട്ട് ടൂർ പോവാന്ന് വിചാരിക്കാം. എവിടെയെങ്കിലും ടൂർ പോകുമ്പോൾ നമ്മൾ ഈ ടെന്റ് ഒക്കെ നമ്മൾ മടക്കി എടുത്ത് കൈ കൊണ്ടുപോയി നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ടെന്റ് അടിച്ചൂടെ? നമുക്ക് അവിടെ റെസ്റ്റ് എടുക്കാം, ഫുഡ് ഉണ്ടാക്കാം, കളിക്കാം അല്ലേ? സോ ദിസ് ടെന്റ് ആർ മൂവിംഗ് ഹൗസസ്. വി ക്യാൻ സേ ദേ ആർ മൂവിംഗ് ഹൗസസ്. ജസ്റ്റ് ലൈക്ക് ദ ഫ്ലോട്ടിംഗ് ഹൗസസ്, ദ ടെന്റ്സ് ആർ മൂവിംഗ് ഹൗസസ്. We can take the tent anywhere we want. Okay, and this tent can be folded and easily carried anywhere. This tent can be folded and easily carried anywhere. കുറെ ആൾക്കാർ ഇവിടെ ടെന്റ് അടിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അങ്ങനെ ആരെങ്കിലും ടെന്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടെന്റിന്റെ മുന്നിൽ നിന്നിട്ടുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇട്ടേക്ക് കേട്ടോ, നമ്മുടെ ക്ലാസ് ഗ്രൂപ്പില്. അതിനു വേണ്ടിയിട്ട് ബഹളം വെച്ചിട്ട് ഇനിയിപ്പം വീട്ടിൽ വഴക്ക് പറഞ്ഞ് പുതിയൊരു പ്ലാസ്റ്റിക്കോ ക്യാൻവാസോ മേടിച്ച് ടെന്റ് അടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് പറ്റുന്ന വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും ഷീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കളിക്കാൻ വേണ്ടി ആക്കുന്ന ചെറിയ ടെന്റ് ആണെങ്കിലും മതി, വലിയ ടെന്റ് ഒന്നും വേണ്ട. അങ്ങനെ അടിച്ചിട്ട് ടെന്റിന്റെ മുമ്പിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം. ഓക്കെ, ഇത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ചെയ്യാം. സോ ദാറ്റ്സ് an interesting homework for you. Then next one, caravans. Have you heard about this caravans or have you seen these caravans before? Caravans. Caravan കേട്ടിട്ടില്ല? Yes or no? Say yes or no. No. Then നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, ചില ആക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ കാരവാൻസിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടിട്ടുണ്ടാവില്ലേ? ഒരു വാൻ പോലെ, ഒരു വലിയ വാൻ പോലെ, അതിന്റെ ഉള്ളിലെ ഹൗസ് പോലെ എല്ലാ സെറ്റപ്പും ഉണ്ടാവും. അതിനെയാണ് നമ്മൾ കാരവാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കാരവാൻസ് ആർ ദ ഹൗസസ് ഓൺ വീൽസ്. ദീസ് ആർ ദ ഹൗസസ് ഓൺ വീൽസ്, മീൻസ് ഹൗസസ് വിത്ത് വീൽസ്. Then we can take these houses to anywhere we want, just like the tent. Tent പോലെ തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ഈ ഹൗസിന്റെ കൂടെ തന്നെ പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, and they can be driven from one place to another. അതായത് നമുക്ക് എവിടെ വേണമെങ്കിലും ഈ കാരവാന്റെ വാൻ ഓടിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മുടെ ഹൗസ് കൊണ്ട് പോകാൻ പറ്റും. ഓക്കെ, and inside a caravan we have all the facilities just like a home. Okay, and these are the different types of houses. Okay, then Anugraha, unmute. Okay, Yes, miss. can you tell me the names of different types of houses? Can you tell me the name of? Hut, Yes, hut, yes, glove, yes, multi-storied buildings, yes, still house, yes, floating house, yes, igloo, igloo. Yes, very good. Then tent, yes, cat, very good.
Yes, very good. And let's go for a quick recap. Okay, in this chapter, we studied about shelter or houses. And a house protects us from heat, cold, rain, wind, and wild animals. Okay. And kacha houses are made up of mud and straw, and these houses are found in villages. Then pakka houses. They are strong houses made up of bricks and cement, and they are found in where? Villages or cities? Where? Pakka houses are found in villages or cities. Tell me. Yes, cities. Very good. Pakka houses are found in cities. And we use different materials to make different type of houses. Isn't it? Then people live in different type of houses like huts, bungalows, flats, tilt houses, houseboats, igloos, tents, and caravans. Okay. And let's do the activity. Let's do the activity now. Okay. Do you have any doubt from this chapter?